لنا القرآن رباني وعلى في الورى شاني. بسم الله الرحمن الرحيم. പരിശുദ്ധമായ ഖുർആന്റെ ഫാത്തിഹ സൂറത്തിലെ വളരെ പ്രധാനമായിട്ടുള്ള സൂറത്തായ ഫാത്തിഹ സൂറത്തിലെ അർത്ഥവിഷയങ്ങളായിട്ട് ഇവിടെ ഞങ്ങൾ ചർച്ചയാക്കി. വിശാലമായിട്ട് രൂപത്തിലുള്ള ഓരോ ആയത്തിലെ അർത്ഥങ്ങളായിട്ട് ഇവിടെ ഞങ്ങൾ ഇന്നാലെ പിന്നെ ചൊന്നുകൊണ്ട് വന്നു. കാരണം ഫാത്തിഹ സൂറത്തിലെ അർത്ഥം അത്ര വലിയ ഗൗരവമായിട്ട് എടുക്കാനുള്ള കാരണമുണ്ട്. കാരണം മുൻഗാമികളായ ആൾമാർക്ക് ചൊമ്മ ഏടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാർക്ക് കൊടുത്തിരും. അതുപോലെ തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ ചെന്നിട്ടുള്ള പരിശുദ്ധമായ കിതാബുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിടും. അതിലെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കിതാബായ പരിശുദ്ധമായ ഖുർആൻ ആ ബാക്കിയുള്ള ഏത് ഏടുകളിലും അതുപോലെ പിന്നെ ബാക്കി കിതാബുകളിലും ഉള്ള എല്ലാ വിഷയം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സൂറത്താണ് പരിശുദ്ധമായ ഖുർആനിലുള്ള ഫാത്തിഹ സൂറത്ത്. കാണുക ചെറിയ സൂറത്താണെങ്കിലും എല്ലാ വിഷയങ്ങളും അതിലെ ഉൾക നോക്കിയിട്ട് അന്വേഷിച്ചെങ്കിൽ ഫാത്തിഹ സൂറത്തിൽ കിട്ടുക സാധ്യം. എല്ലാ വിഷയം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സൂറത്താണ് പരിശുദ്ധമായ ഖുർആനിലുള്ള ഫാത്തിഹ സൂറത്ത്. കാണുക ചെറിയ സൂറത്താണെങ്കിലും എല്ലാ വിഷയങ്ങളും അതിലെ ഉൾക നോക്കിയിട്ട് അന്വേഷിച്ചെങ്കിൽ ഫാത്തിഹ സൂറത്തിൽ കിട്ടുക സാധ്യം. കാരണം എന്താണെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഇതിനെ ഒരു തെല്ല് വിശദീകരിച്ചിട്ട് അർത്ഥം വെച്ച് തന്നെങ്കിലും പക്ഷെ അത് മാത്രമല്ല ഫാത്തിഹ സൂറത്തുള്ള അർത്ഥം. വലിയ ഈ പരിശുദ്ധമായ ഖുർആനിലുള്ള എല്ലാ വിഷയം ആ ഫാത്തിഹ സൂറത്തിൽ ഉണ്ട് ചൊല്ലുമ്പോൾ അത് എത്ര വലിയ മഹത്വമുള്ള ഫാത്തിഹ സൂറത്താണെന്ന് ചൊന്നിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ നിസ്കാരം നിർബന്ധമായിട്ടും ഈ നിസ്കാരത്തിൽ 17 പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് ഓതുക ഞങ്ങൾക്ക് നിർബന്ധം. അതേപോലെ ഈ ഫാത്തിഹ സൂറത്ത് രണ്ടിക്ക് പിന്നെ ചെറിയ സൂറത്ത് ബാക്കി സൂറത്ത് ഇന്നെങ്കിലും അതേതും ഓതുക നിർബന്ധമില്ല. ഞാൻ പറഞ്ഞ പോലെ ഫാത്തിഹ തന്നെ ഓതുക നിർബന്ധാക്കില്ല. അത് അത്രയും വലിയ മഹത്വം ഉള്ളത് കൊണ്ടായിട്ടിക്കിടും. അപ്പൊ ഈ ഫാത്തിഹ സൂറത്തിലെ അർത്ഥം ചിന്തിച്ചു ഓതരുത് അതിൽക്കാൾ വലിയ മഹത്വമാണ്. ഫാത്തിഹ സൂറത്തിലെ അർത്ഥം ചിന്തിക്കാണ്ട് ഓതരതിനേക്കാൾ വലിയ മഹത്വമാണ് ഫാത്തിഹ സൂറത്തിലെ അർത്ഥം ചിന്തിച്ചിട്ട് ഓതരെ. അത് ഖുർആന്റെ മൊത്തം വിഷയം. അങ്ങനെ അർത്ഥം ചിന്തിച്ച് ഓതുമ്പോ വലിയ മഹത്വമുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ഫതദബ്ബുറിൽ മഅനാ വലിൽ ബത്നിൽ ഖിയാമുൽ ലൈലി വതദർറുഉ ബിസ്സഹർ ഫമുജാലസാതുസ് സ്വാലിഹീനൽ ഫുളല. ഇങ്ങനെ 5 വിഷയം ചൊല്ലും. അതിൽ ഫസ്റ്റ് ആയിട്ട് തന്നെ ഖുർആന്റെ അർത്ഥം ചിന്തിച്ചോദിയെങ്കിൽ ഞങ്ങളെ ഹൃദയം ശുദ്ധി അവിടെ ഉണ്ടായിട്ടിടും. പരിശുദ്ധമായ ഖുർആനിലെ ഉണ്ട് കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയദക്കറു ഉലുൽ അൽബാബ്. പരിശുദ്ധമായ ഖുർആൻ, അനുഗ്രഹീതമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുത്തിട്ടു. എന്നിട്ട് ലിയതദബ്ബറു ആയാതിഹി, അതിന് ആയത്തുകളുടെ അർത്ഥങ്ങൾ ചിന്തിച്ചിട്ട് മനസ്സിലാക്കില്ലേ. വലിയദക്കറു ഉലുൽ അൽബാബ്, ചിന്തിച്ച് ഗ്രഹിക്കണമെങ്കിൽ ആൾമാർക്ക് വലിയ പാഠമാണ് ഈ പരിശുദ്ധമായ ഖുർആനിലുള്ളതാണ്. പരിശുദ്ധമായ ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നെ. അപ്പൊ മുൻഗാമികളായ ആൾമാർ, പിൻഗാമികളായ എല്ലാ മഹാന്മാരും പരിശുദ്ധമായ ഖുർആന്റെ അർത്ഥം ചിന്തിച്ചിട്ട് ഓതിട്ടായിട്ട് അങ്ങ് വലിയ വലിയ സ്ഥാനത്തുകളിൽ എത്തിയത്. അതുകൊണ്ട് നമുക്ക് അത്രയെല്ലാം പിന്നെ വിശദീകരിച്ചിട്ട് പരിശുദ്ധമായ ഖുർആന്റെ മനസ്സിലാക്കുക സാധ്യമില്ലെങ്കിലും ഒരു ഫാത്തിഹ സൂറത്തിന് വിശാലമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കുക സാധ്യമില്ലെങ്കിലും ഒരു ചെറിയ രൂപത്തിലുള്ള അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇന്നലെ ഫാത്തിഹ സൂറത്തിലെ വിശാലമായിട്ടുള്ള അർത്ഥം പഠിച്ചപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഞങ്ങൾ 7 ആയത്താണ് ഫാത്തിഹ സൂറത്തിലുള്ള. അത് ബിസ്മി മുതൽ വലദ്ദാലിൻ തൊലായിട്ടിക്കിട്. അപ്പൊ അതിന് മുന്നോല അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഓതൽ അത് ഫാത്തിഹ സൂറത്തിൽ പെട്ടതല്ല. എന്നാലും പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ ശൈത്താന്മാരിൽ നിന്ന് കാവൽ ചോദിക്കറും ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടിയത് കൊണ്ടായിട്ടിക്കിട് ഞങ്ങൾ ഔദു ഓതിട്ടാണ് ഫാത്തിഹ സൂറത്ത് ഓതരെ. അതുപോലെ ലാസ്റ്റ് ആമീൻ കൂടി ഞങ്ങൾ ചൊല്ല. അത് വലിയ മഹത്വമുള്ള വിഷയമായിട്ടിക്കിടും. പിന്നെ ഇസ്ലാമിലെ ശത്രുക്കളായ യഹൂദിമാർ, നസ്രാനികൾ അങ്ങ് ഈ ആമീൻ ചൊല്ലുമ്പോൾ വലിയ പേടിച്ചുകൊണ്ടിരുന്നവരുണ്ടാണ്. ഇപ്പൊ നിങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ പിന്നെ ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ഓതിയെങ്കിൽ നിങ്ങൾ ആമീൻ ചൊല്ലറുണ്ട്. അപ്പൊ ആമീനുക്കും വലിയ മഹത്വമുണ്ട്. പക്ഷെ അത് ഫാത്തിഹ സൂറത്തിൽ പെട്ടതല്ല. അപ്പോ ഒരു ചെറിയ രൂപത്തിൽ അർത്ഥം മാത്രം ഞാൻ ചൊന്നുകൊണ്ട് വേണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനായ റഹീമായ അല്ലാഹുടെ നാമം കൊണ്ട് ഞങ്ങൾ ഇതാ ആരംഭിച്ചുകൊണ്ടുള്ള അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വ സ്തുതിയും അത് ലോകരക്ഷിതാവായ അള്ളാഹു കായിട്ടിക്കിട്. എങ്ങനത്തെ അള്ളാഹു? റഹ്മാനും റഹീമായ അള്ളാഹു, പിന്നെ മാലിക് യൗമിദ്ദീനായ അള്ളാഹു, അന്ത്യദിനത്തെ ഉടമസ്ഥനായ അള്ളാഹു. എന്നിട്ട് ഞങ്ങൾ ചൊല്ലുക ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവെ നിന്റെ മാത്രം ഞങ്ങൾ ഇബാദത്ത് എടുക്കട, നിക്ക് മാത്രം ഇബാദത്ത് എടുക്കട, നിക്ക് മാത്രം നിന്റെ മാത്രം എന്താക്കട ഞങ്ങൾ സഹായം കേട്ടോണ്ടുള്ള
എന്നിട്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നിട്ട് അല്ലാഹുവിന്റെ ഞങ്ങൾ ഒന്ന് ദുആ എടുക്കട്ടെ. അല്ലാഹുവേ ഞങ്ങൾക്ക് സിറാത്തൽ മുസ്തഖീമായ നേർവഴിയിൽ ഞങ്ങൾ എന്താക്ക് നീ ഹിദായത്താക്ക്. അത് ഏത് സിറാത്തൽ മുസ്തഖീം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അത് നീ അനുഗ്രഹിച്ച ആൾമാരുടെ വഴി, നീ അനുഗ്രഹം ചെയ്ത ആൾമാരുടെ വഴി, അതിൽ ഞങ്ങൾ എന്താക്ക് സഞ്ചരിപ്പിക്കുക. ഞങ്ങളെ പിന്നെ അതിൽ നിങ്ങൾ അപരിപരാക്കിയിട്ട് ഞങ്ങളെ പതറിപ്പിക്കണ്ട. പിന്നെ ആരുടെ വഴി ഞങ്ങൾക്ക് വേണ്ട? ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. അല്ലാഹുവിന്റെ കോപം സിദ്ധിച്ച ആൾമാരുടെ വഴിയിൽ ഞങ്ങളെ നീ സഞ്ചരിപ്പിക്കണ്ട. അതുപോലെ ധിക്കാരികളായ ആൾമാരുടെ വഴിയിലും ഞങ്ങളെ നീ സഞ്ചരിപ്പിക്കണ്ട. അതായത് യഹൂദി നസ്രാനിമാരുടെ വഴിയല്ല ഞങ്ങൾക്ക്, പിന്നെ പുത്തനാശയന്മാരുടെ വഴിയല്ല, പിന്നെ റൂട്ടല്ല ഞങ്ങള് കാട്ടി തന്നിട്ട് ഞങ്ങളെ പിന്നെ ബലക്ക് പോന്നിട്ടു അതിൽ ഞങ്ങളെ നീ സഞ്ചരിപ്പിക്കാട്ടെ. നീ അനുഗ്രഹിച്ച ആൾമാരുടെ വഴിയിൽ ഞങ്ങളെ നീ സഞ്ചരിപ്പിക്കേണ്ടായിട്ട് ഫാത്തിഹ സൂറത്തിൽ ഞങ്ങൾ ദുആ ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഫാത്തിഹ സൂറത്ത്, പരിശുദ്ധമായ ഖുർആന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഹിദായത്തിൽ തന്നെ മരിക്കോളം അല്ലാഹു ഞങ്ങളെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ചൊല്ലിയതും ഓതിയ പരിശുദ്ധമായ ഫാത്തിഹ സൂറത്ത് അല്ലാഹു ഞങ്ങൾ സ്വീകരിച്ചു തന്ന് അനുഗ്രഹിക്കട്ടെ.